ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് മദീനയിൽ ഫർവ ഇബ്നു നൗഫൽ അൽ അസ്ജഈ വന്ന സംഭവം തിരുദൂതർ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, മാ ജാ അബിക്, താങ്കൾ എന്തിനാണ് വന്നത്? അപ്പോൾ ജിഇതു യാ റസൂലല്ലാഹ് ലിതുഅല്ലിമനി ഷൈഅൻ അഖൂലുഹു ഇൻദ മനാമി, ഉറങ്ങുമ്പോൾ ഞാൻ ചൊല്ലേണ്ടത് വല്ലതും താങ്കൾ എന്നെ പഠിപ്പിക്കാനാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അഖത്ത മദ്ജഅക് ഫഖറ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, താങ്കൾ കിടപ്പറ പ്രാപിച്ചാൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്ത് ഓതുക. സുമനം അലാ ഖാതിമതിഹ, എന്നിട്ട് അതിൻ്റെ അവസാനത്തിൽ ഉറങ്ങുക. ഫഇന്നഹ ബറാഅത്തും മിനശ് ശിർക്ക്, കാരണം അത് ഷിർക്കിൽ നിന്ന് മുക്തിയാണ്, മോക്ഷമാണ്, മോചനമാണ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഷിർക്കിൽ നിന്ന് പൂർണ്ണമായും മോക്ഷം, മുക്തി, അതാണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്ത് എന്ന് പറഞ്ഞു. ഒരു വ്യക്തി ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്ത് ഓതി നിസ്കരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കുകയുണ്ടായി. അതിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചത്, അമ്മാ ഹാദാ ഫഖദ് ബരിഅ മിനശ് ശിർക്ക്, ഈ മനുഷ്യൻ ഷിർക്കിൽ നിന്ന് മോചിതമായിരിക്കുന്നു എന്നാണ്. അദ്ദേഹം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മാ ഹാദാ ഫഖദ് ഗുഫിറ ലഹ്, എന്നാൽ ഈ വ്യക്തിക്ക് അള്ളാഹു പുറത്തു കൊടുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ ഷിർക്കിൽ നിന്നുള്ള മോചനം, അതാണ് ബരിഅ, ബറാഅത്ത്. ആ ഒരു ആശയത്തെ തരുന്ന പ്രയോഗമാണ് ഫനതബറഅ കമാ തബറഉ, അതേപോലെ ഇത്തബറഅ അല്ലദീന ഉത്തുബിഉ, ഇവിടങ്ങളിലൊക്കെ പ്രയോഗിക്കപ്പെട്ടത്. അപ്പോൾ ഈ പറയപ്പെട്ട വിട്ടൊഴിയൽ, അകൽച്ച, വേർപിരിയൽ, ഒഴിഞ്ഞുമാറൽ, അത് എത്ര ഗൗരവപ്പെട്ട നിലക്കാണ്, എത്ര നിരാശ തരും വിധമാണ്. ജീവിതകാലയളവ് മുഴുവൻ അനുഗമിച്ചും അനുകരിച്ചും പിന്നാലെ ജയ് വിളിച്ചും മുദ്രാവാക്യം മുഴക്കിയും എപ്പോഴും ആരാധിച്ചും പ്രാർത്ഥിച്ചും നമിച്ചും പൂജിച്ചുമൊക്കെ സദാ തുടർന്നു. ഇതൊക്കെ അവിടെ രക്ഷപ്പെടുത്താനും അവിടെ സഹായിക്കാനും ശുപാർശ ചെയ്യാനും മധ്യവർത്തികളാകാനുമൊക്കെയായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ ആളെ അറിയാത്തതുപോലെ, മുൻ പരിചയമില്ലാത്ത പോലെ ഒഴിയുന്നു, അകലുന്നു, അത് തുറന്നു പറയുന്നു. അതാണ് കമാ തബറഉ മിന്ന എന്നിടത്ത് നമ്മൾ പ്രത്യേകം വായിക്കേണ്ട വിഷയം. ഇവിടെ കമാ തബറഉ മിന്ന എന്നുള്ളിടത്ത് കാഫ് തശ്ബീഹിനാണോ തഅലീലിനാണോ? അതുപോലെ കമാ എന്നുള്ളിടത്ത് മ എന്താണ് അർത്ഥമാക്കുന്നത്? മാ മസ്ദരിയയാണ്. കമാ തബറഉ മിന്ന എന്ന് പറഞ്ഞാൽ മാ തബറഉ മിന്ന എന്നതിൻ്റെ അർത്ഥം ക്രിയാധാതുവിൻ്റെ അർത്ഥം. ക എന്നുള്ളത് തശ്ബീഹിനാകുമ്പോൾ മിസ്ല പോലെ എന്ന അർത്ഥത്തിൽ. അപ്പോൾ കമാ തബറഉ മിന്ന എന്ന് പറഞ്ഞാൽ കതബറുഇഹിം മിന്ന, ഞങ്ങളിൽ നിന്ന് അവരുടെ ഒഴിയൽ, അകൽച്ച അതുപോലെ. അതാണ് മാ മസ്ദരിയ എന്ന് പറഞ്ഞാൽ മായും ക്രിയയും കൂടി ക്രിയാധാതുവിൻ്റെ അർത്ഥത്തിൽ. മാ തബറഉ എന്ന് പറഞ്ഞാൽ തബറുഉഹും, കമാ തബറഉ എന്ന് പറഞ്ഞാൽ കതബറുഇഹിം, അവരുടെ ഒഴിയൽ പോലെ എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഈ പരലോക കോടതിയിൽ പിന്തുടരപ്പെട്ടവർ ഞങ്ങളിൽ നിന്ന് ഒഴിഞ്ഞതുപോലെ ഫനതബറഅ, ഞങ്ങളും ഒഴിയാൻ ഒരു മടക്കത്തിന് അവസരമുണ്ടായിരുന്നെങ്കിൽ എന്നവർ കൊതിക്കും. എന്നാൽ കമാ തബറഉ മിന്ന എന്നുള്ളിടത്ത് ക അത് തഅലീലിന് വേണ്ടിയാണ് എങ്കിൽ അർത്ഥം ഫനതബറഅ മിൻഹും, അവരിൽ നിന്ന് ഞങ്ങൾ ഒഴിയാൻ, കമാ തബറഉ മിന്ന ഞങ്ങളിൽ നിന്ന് അവർ ഒഴിഞ്ഞതിനാൽ, ഞങ്ങളിൽ നിന്ന് അവർ ഒഴിഞ്ഞത് കാരണത്താൽ എന്നാണ് അർത്ഥം. രണ്ടായാലും തശ്ബീഹിനായാലും തഅലീലിനായാലും ഏറെക്കുറെ ആശയം ഒരുപോലെയാണ്. ഈ നേതാക്കന്മാർ ചെയ്ത ഈ അപരാധം, അതിനു തത്തുല്യമായ അപരാധം അവരോട് പുലർത്താൻ, പാലിക്കാൻ ഒരു മടക്കത്തിൻ്റെ അവസരം കൊതിക്കുകയാണ്. കൊതി, പൂതി, ആഗ്രഹം ഫലപ്പെടാത്ത പരലോക കോടതിയിൽ ഈ അനുയായികൾ, ആരാധിച്ചിരുന്നവർ, പിന്തുടർന്നിരുന്ന ആളുകൾ. ഇതാണിവിടെ ഈ ഒരു ഭാഗത്തിൻ്റെ തഫ്സീർ.